Good morning, all. So, നമ്മള് സെക്കൻഡ് ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡേറ്റ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോ ജസ്റ്റ് നമുക്ക് ആ പഠിച്ച പോർഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റിവിഷൻ യൂസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്നത് കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇങ്ങനെയാണ്: വിച്ച് among the following is a method of primary data collection? അപ്പൊ നമ്മള് സോഴ്സസ് ഓഫ് ഡേറ്റ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? സോഴ്സസ് ഓഫ് ഡേറ്റ ഏതൊക്കെയായിരുന്നു? നമുക്ക് 2 ടൈപ്സ് ഓഫ് ഡേറ്റാസ് ആണ് വരുന്നത്. ഒന്ന് പ്രൈമറി ആണ്, രണ്ടാമത്തത് സെക്കൻഡറി ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇതിനകത്ത് പ്രൈമറി ഡേറ്റ കളക്ഷനിൽ വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന പല മെത്തേഡ്സ് പഠിച്ചു. അപ്പോൾ അതിൽ പ്രൈമറി ഡേറ്റ കളക്ഷനിൽ വരുന്നത് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ചാപ്റ്റർ വെറുതെ കേട്ടിരുന്നവർക്ക് വരെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ അല്ലെ? പേഴ്സണൽ ഇന്റർവ്യൂ നമ്മൾ നോക്കിയതാണ്. അതിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ടെലിഫോണിക് ഇന്റർവ്യൂ ഉണ്ട്. ടെലിഫോണിക് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോൺ വിളിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അല്ലെ? പിന്നെ മെയിലില് ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കുന്ന രീതി നമ്മൾ പറഞ്ഞു. ഇതല്ലാതെ ജനറലി നമ്മൾ ക്വസ്റ്റ്യനെയർ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ എല്ലാം വരും കേട്ടോ. ഇവിടെ ഓൾ ഓഫ് ദ എബവ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരുന്നത്. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന 3 കാര്യങ്ങളും പ്രൈമറി ഡേറ്റ കളക്ഷനിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ആ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെ നമ്മുടെ അടുത്ത് ചിലപ്പോൾ പ്രൈമറി ഡേറ്റ കളക്ഷൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, ചിലപ്പോൾ പ്രൈമറി ഡേറ്റ കളക്ഷൻ അല്ലാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ: വിച്ച് among the following is a source of secondary data? അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് വിചാരിക്കേ നമ്മൾ ഇതൊക്കെ പഠിച്ചത് മറ്റേ സെൻസസ് എടുക്കുന്ന ഏജൻസിയുടെ കാര്യം പറഞ്ഞപ്പോഴല്ലേ? കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾക്ക് ഇതിന് ഈ ഒരു എന്താണ് ചാപ്റ്ററിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ലോജിക് യൂസ് ചെയ്ത് തന്നെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് പ്രൈമറി ഡേറ്റ എന്താണെന്നും സെക്കൻഡറി ഡേറ്റ എന്താണെന്നും അറിയാം അല്ലെ? പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. അങ്ങനെ കളക്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഓൾറെഡി ആ മറ്റെവിടെങ്കിലും പബ്ലിഷ് ചെയ്ത ഡേറ്റയാണ് നമ്മൾ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി ഡേറ്റ തരുന്ന ആൾക്കാരുടെ എക്സാമ്പിളുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരും. CSO ആയാലും NSSO ആയാലും RG ആയാലും ഇവരുടെയൊക്കെ കാര്യം നമ്മൾ പറഞ്ഞു. ഇവരെല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ പ്രോസസ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ? അപ്പൊ ഇവരെ എല്ലാവരെയും നമുക്ക് സെക്കൻഡറി ഡേറ്റ സോഴ്സുകളായിട്ട് പറയാവുന്നതാണ്. CSO അതുപോലെ NSSO എന്ന് പറയുമ്പോൾ നാഷണൽ സാമ്പിൾ സർവേ തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പിന്നെ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, അതുപോലെ നമ്മുടെ CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, ഇനിയും ഉണ്ട് ഒരുപാട് എക്സാമ്പിളുകൾ. നമ്മൾ മറ്റേ പഠിച്ചില്ലേ DGCAS, ലേബർ ബ്യൂറോ, ഇതെല്ലാം സെക്കൻഡറി സോഴ്സസിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇവിടെ നമ്പർ ആക്ച്വലി ഇതിന്റെ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് നിങ്ങളുടെ പോർഷൻസിൽ വേണ്ടാത്തൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് കട്ട് ഔട്ട് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ: ഐഡന്റിഫൈ ആൻ അഡ്വാൻറ്റേജ് ഓഫ് സാമ്പിൾ മെത്തേഡ്. അപ്പൊ നമ്മൾ സാമ്പിൾ മെത്തേഡ് അല്ലെ, സാമ്പിൾ സർവേയും അതുപോലെ തന്നെ സെൻസസും തമ്മിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. സെൻസസിനെ നമ്മൾ മെത്തേഡ് ഓഫ് കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്നൊക്കെയാണ് വിളിച്ചത് അല്ലെ? സെൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരുടെയും കാര്യം അവിടെ നോക്കും അല്ലെ? ഒരു പോപ്പുലേഷനെ മൊത്തത്തിൽ എടുത്ത് പഠിക്കുന്നതാണ് സെൻസസ് എന്ന് പറയുന്നത്. പക്ഷെ സാമ്പിൾ അങ്ങനല്ല. സാമ്പിളിൽ നമ്മൾക്ക് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പഠിക്കുന്നുള്ളൂ. ഇപ്പൊ സെൻസസും സാമ്പിളും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ സെൻസസും സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസ് അല്ല, പകരം സാമ്പിൾ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒട്ടും സമയം എടുക്കില്ല അല്ലെ? ഇപ്പൊ ഒരു 10-100 പേര് അല്ലെങ്കിൽ ഒരു 1,00,000 പേരുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നതും ഒരു 10-20 പേരുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നതും നമുക്കറിയാം സമയലാഭം തീർച്ചയായിട്ടും
സാമ്പിൾ മെത്തേഡ് ആയിരിക്കും അല്ലെ. 10-20 പേരുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അതുപോലെ തന്നെ വലിയ ചെലവും ഉണ്ടാവില്ല, ലെസ് കോസ്റ്റ് ആണ്. അതുപോലെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് സാമ്പിൾ മെത്തേഡ് ആണ്. ഓക്കെ, ഇതല്ലാതെയും ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് അഡ്വാൻറ്റേജസ് ഓഫ് സാമ്പിൾ മെത്തേഡ് 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെയും നമുക്ക് എഴുതാം. പക്കാ ലോജിക്കലാണ്. അതായത് സാമ്പിൾ മെത്തേഡ് എടുക്കുമ്പോൾ നമ്മൾ വലിയൊരു പോപ്പുലേഷനെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കുറെ ടൈം പോകുമെന്നോ കുറെ പൈസ ചെലവാകുമെന്നോ അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതായത് എല്ലാം വളരെ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് കിട്ടും. കറക്റ്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം അതിനകത്ത് വരുവേ ഓൾ ഓഫ് ദ എബോവ് ആണ്. ഇത് ഞാൻ പറയണ്ടല്ലോ, നെയിം ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ഏതൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, വാട്ട് ആർ ദ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഡേറ്റ. അപ്പം സോഴ്സസ് ഓഫ് ഡേറ്റ ചോദിച്ചാലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ചോദിച്ചാലും എല്ലാം ഉത്തരം ഒന്നാണ് കേട്ടോ. പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അത്രയാണ് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാനുള്ളത്. ഇനി നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അതായത് 2 മാർക്സിന് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന അല്ലെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെൻസസ് സർവേ ആൻഡ് സാമ്പിൾ സർവേ അല്ലെ. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കുക എന്താണ് ഈ സംഭവം എന്നുള്ളത്. സെൻസസ് സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഓരോ ആൾക്കാരുടെയും എടുക്കും അല്ലെ. അതായത് കംപ്ലീറ്റ് പോപ്പുലേഷന്റെ നമ്മൾ അവിടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. പക്ഷെ സാമ്പിൾ മെത്തേഡിൽ അങ്ങനെയില്ല. അവിടെ നമ്മൾ വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർ, ടു ദ പോയിന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മാത്രമായിരിക്കും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ സെൻസസ് സർവേയും സാമ്പിൾ സർവേയും ഇത്രയേ ഉള്ളടേ. സെൻസസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്ന് അവര് മറ്റേ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ട് പോയില്ലേ, ആ സെൻസസ് ഓർത്താൽ മതി കേട്ടോ. സെൻസസ് സർവേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. സാമ്പിൾ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ആൾക്കാരുടെ ഫ്യൂ സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മാത്രമാണ്, ഫ്യൂ സെലക്ടഡ് ആൾക്കാർ മാത്രമായിരിക്കും വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. നെയിം ദ 2 ഇമ്പോർട്ടന്റ് എറേഴ്സ് അല്ലെ. 2 പ്രധാനപ്പെട്ട എറേഴ്സ് വരുമെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഒന്ന് സാമ്പിളിംഗ് എറർ ആണ്, രണ്ടാമത്തത് നോൺ സാമ്പിളിംഗ് എറർ ആണ്. അപ്പൊ ഈ സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരുന്നു നമുക്കറിയാം അല്ലെ. ഒരു ലാർജർ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സാമ്പിളിംഗ് എറർ ഒഴിവാക്കാനായിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. സാമ്പിളിംഗ് എററും നോൺ സാമ്പിളിംഗ് എററും. അതേസമയം നോൺ സാമ്പിളിംഗ് എറർ നമുക്ക് കുറച്ചുകൂടെ സീരിയസ് ആണെന്നുള്ള കാര്യം ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ പിന്നെ സാമ്പിളിംഗ് ബയസും അതുപോലെ നോൺ റെസ്പോൺസ് എറേഴ്സും എറേഴ്സ് ഇൻ ഡേറ്റ അക്വിസിഷൻ പോലത്തുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ നോൺ സാമ്പിളിംഗ് എറർ ആണ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ളതെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ സാമ്പിളിംഗ് എറർ നമ്മൾ ഒരു ഇക്വേഷൻ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ എടുക്കുന്ന പോപ്പുലേഷന്റെ ആക്ച്വൽ വാല്യൂവും നമുക്ക് സാമ്പിളിൽ നിന്ന് കിട്ടിയ എസ്റ്റിമേറ്റഡ് വാല്യൂ അല്ലെ, മൈനസ് എസ്റ്റിമേറ്റഡ് വാല്യൂ. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സാമ്പിളിംഗ് എറർ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ പ്രോബ്ലം ആയിട്ട് വല്ലതും ചോദിച്ചാലും എഴുതാൻ പറ്റണം കേട്ടോ. അപ്പം സാമ്പിളിംഗ് എറർ എന്ന് പറയുമ്പോൾ ആക്ച്വൽ വാല്യൂ എസ്റ്റിമേറ്റഡ് വാല്യൂ തമ്മിലുള്ള വ്യത്യാസമാണ്. നോൺ സാമ്പിളിംഗ് എററിനകത്ത് പിന്നീട് എന്തൊക്കെ വരും എന്നുള്ള കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊരു ജനറിക് ക്വസ്റ്റ്യൻ ആണ്. ഗിവ് 1 എക്സാമ്പിൾ ഓഫ് പ്രൈമറി ഡേറ്റ ആൻഡ് 1 എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി ഡേറ്റ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്കലായിട്ടുള്ള ആൻസർ എഴുതാം കേട്ടോ. ഇപ്പൊ നമ്മള് ഡയറക്റ്റ് ആയിട്ട് ഒരു കടയിൽ പോയി എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് പ്രൈസ് വല്ലതും ചോദിക്കുകയാണെങ്കിൽ, അതായത് അരിയുടെ വില വല്ലതും ചോദിക്കുകയാണെങ്കിൽ അത് പ്രൈമറി ഡേറ്റയും. എന്നാൽ വേറൊരു പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സിൽ നിന്ന് നമ്മൾ അതിന്റെ ഡേറ്റ കളക്ട് ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് സെക്കൻഡറി ഡേറ്റ. ഇപ്പം നമ്മൾ സ്വർണ്ണക്കടയിൽ പോയി ഡയറക്റ്റ് ആയിട്ട് സ്വർണത്തിന്റെ വില ചോദിക്കുകയാണെങ്കിൽ അത് പ്രൈമറി ഡേറ്റ ആണ്. എന്നാൽ നമ്മൾ പത്രത്തിലൂടെ ഈ സ്വർണത്തിന്റെ വില മനസ്സിലാക്കുകയാണെങ്കിൽ അത് സെക്കൻഡറി ഡേറ്റ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണത് കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഡു സാമ്പിൾസ് പ്രൊവൈഡ് ബെറ്റർ റിസൾട്ട്സ് ദാൻ സർവേസ്? ഗീവ് റീസൺസ് ഫോർ യുവർ ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സാമ്പിൾസ് ആണോ സെൻസസ് സർവേകളാണോ നല്ലതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഉത്തരം ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് സാമ്പിൾ മെത്തേഡില് നമ്മൾ വളരെ കുറച്ച് ആൾക്കാരെ ഉപയോഗിച്ച് വളരെ കുറഞ്ഞ ടൈമില് വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിലായിരിക്കും നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. സോ അത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും അല്ലെ. എന്നാൽ സർവേ അങ്ങനല്ല. സർവേ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരെ നമുക്ക് വേണ്ടി വരും.
അതുപോലെ തന്നെ ഒരുപാട് ടൈമും കോസ്റ്റും ഒക്കെ അവിടെ ആവശ്യമാണ്. സോ ബെറ്റർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാമ്പിൾസ് തന്നെയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതുക കേട്ടോ. എപ്പോഴും സാമ്പിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും എറർ സംഭവിച്ചാലും നമുക്ക് അതിനെ ഒരുമാതിരിയൊക്കെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു പരിധി വരെ അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ സർവേകൾ അങ്ങനെയല്ല. അപ്പൊ സാമ്പിൾസ് ആണ് ബെറ്റർ എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഞാൻ കൊടുത്തിരിക്കുന്ന ആൻസർ നിങ്ങളായിട്ടൊന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ തന്നെ ഇതൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യുക കേട്ടോ. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുമ്പോൾ ഈ ആൻസർ നോക്കി എന്ന് പോകാതെ നിങ്ങൾ തന്നെ ആ ആൻസേഴ്സിലേക്ക് വരാൻ പറ്റുന്നുണ്ടോ, അതിന്റെ കീ പോയിന്റ്സിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോയിന്റ് ഔട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് സാമ്പിൾ മെത്തേഡ് ഓവർ സെൻസസ് മെത്തേഡ് ആണ്. ഓൾറെഡി അതിന്റെ 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കൂടെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കിട്ടും എന്നുള്ള കാര്യം കൂടെ പറയാം. ഓക്കെ, കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യകാര്യമായിട്ടുള്ള എന്താണ് ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് സാമ്പിൾ മെത്തേഡിൽ നിന്ന് കിട്ടുന്നത്. സെൻസസ് മെത്തേഡ് എപ്പോഴും ഇങ്ങനെ സർഫസ് ലെവലിൽ മാത്രമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഇതാവുമ്പോൾ കുറച്ചുകൂടെ ഇൻഡെപ്തിൽ നമുക്ക് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കും കേട്ടോ. അതായത് നിങ്ങളൊരു ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നത്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇവിടെ സപ്പോസ് യു വോണ്ട് ടു സെലക്ട് 50 households from a total of 5100 households by giving equal opportunity to all the units. ഇവിടുത്തെ നമ്മുടെ കീ വേർഡ് ആണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഈ നമുക്കറിയാം ഈക്വൽ ഓപ്പർച്യൂണിറ്റി എവിടെ കണ്ടാലും അതിന്റെ അർത്ഥം അവിടെ റാൻഡം സാമ്പിളിംഗ് ആയിരിക്കും അല്ലെ. അപ്പൊ അവിടെ ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഈക്വൽ ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എഴുതാം ഏതായിരിക്കും, റാൻഡം സാമ്പിളിംഗ് ആണ് കേട്ടോ. റാൻഡം സാമ്പിളിംഗ് ആണ്. റാൻഡം സാമ്പിളിങ്ങിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ലെ, ആരെ വേണമെങ്കിലും നമുക്ക് അവിടെ സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പൊ അവിടെ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണോ അല്ലാത്ത അൺഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് നോക്കിക്കോണം. ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നമ്മൾ അവിടെ നോൺ റാൻഡം ഈ പറയുന്ന പോലെ സാമ്പിളിംഗ് റാൻഡം സാമ്പിളിംഗ് അല്ലാത്ത മെത്തേഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കേട്ടോ. നോൺ റാൻഡം സാമ്പിളിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് 2 മാർക്സ് ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്നത്. അതല്ലാതെയുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തതാണ് 3 മാർക്ക് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മെയിൽഡ് ക്വസ്റ്റ്യനെയർ മെത്തേഡ്? ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞതാണ്. ഇത് കാണാതെ പഠിക്കുന്നതിൽ നല്ലത് നിങ്ങൾ തന്നെ ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ചെലവ് കുറവാണ് അല്ലെ. അതുപോലെ ഉൾപ്രദേശങ്ങളിൽ വരെ, നമ്മൾ ഇന്നലെ മറ്റേ ട്രൈബ്സിന്റെ കേസ് ഒക്കെ പറഞ്ഞിരുന്നു, ഉൾപ്രദേശങ്ങളിൽ വരെ എത്തും. നമുക്ക് എത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് വലുതായിട്ട് ആൾക്കാരുടെ അടുത്ത് നേരിട്ട് ചോദിച്ചാൽ അടി കിട്ടുന്ന ക്വസ്റ്റ്യൻ വരെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ് റെസ്പോണ്ടൻസിന്റെ മേല് ഒരു ഇൻഫ്ലുവൻസും ഇത് ഉണ്ടാക്കില്ല. ഈ കാര്യങ്ങളെല്ലാം അല്ലെ, അവർ സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യുന്നതായിരിക്കുമല്ലോ ആൻസറുകൾ. അപ്പൊ ഇതൊരു രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അപ്പൊ ഇങ്ങനത്തെ ഉള്ള അഡ്വാൻറ്റേജസ് ഇനിയുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതാം. ഇപ്പം ടെക്സ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ആരാണ് ഉത്തരം തരുന്നതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു അനോണിമിറ്റി കീപ്പ് ചെയ്യുക. അതായത് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് നിൽക്കാം. അതായത് ഇപ്പൊ നമ്മൾ എന്തുത്തരം കൊടുത്താലും ഓക്കെ ഇന്ന ആളാണ് ആൻസർ ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവില്ല. മെയിൽ മാത്രമല്ലേ വരുള്ളൂ, പേരൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, നമ്മള് സാമ്പിളിംഗ് എറേഴ്സും നോൺ സാമ്പിളിംഗ് എറേഴ്സും പഠിച്ചായിരുന്നു. അതിൽ നോൺ സാമ്പിളിംഗ് എറേഴ്സിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിന്റെ ഒരു നല്ല വേ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് ഇപ്പം നോൺ സാമ്പിളിംഗ് എറേഴ്സ്, സാമ്പിളിംഗ് എറേഴ്സിന് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാർജർ സാമ്പിൾ എടുത്താൽ മതി. എന്നാൽ നോൺ സാമ്പിളിംഗ് എറേഴ്സിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കാം? നോൺ സാമ്പിളിംഗ് എറേഴ്സിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആൻസറിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. നോൺ സാമ്പിളിംഗ് എന്ന് ഇട്ടേക്കണേ. ഓക്കെ, നോൺ സാമ്പിളിംഗ് എറേഴ്സ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ടേക്കിംഗ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. ഏതൊക്കെയാണ്? നമുക്ക് വളരെ സൂക്ഷിച്ച് ഡേറ്റ ഉപയോഗിക്കാം. അതായത് സാമ്പിള് നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതിനകത്ത് ബയസ് ഒന്നും വരാനായിട്ട് പാടില്ല അല്ലെ.
അതായത് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക കൈൻഡ് ഓഫ് ആൾക്കാർക്ക് ബയസ്ഡ് ആയിട്ട് സാമ്പിളിംഗ് ബയസ് ഉണ്ടാവാതിരിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം കളക്ട് ചെയ്യുക. അതുപോലെ റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യാം, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്താൽ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കൺസെപ്ഷ്യൽ ആയിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഹൗ ദ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ക്യാൻ ബി കൺട്രോൾ. നമ്മൾ മുമ്പേ കണ്ട പോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ വയനാട് ഡിസ്ട്രിക്ട് പഞ്ചായത്തില് അവർക്ക് ട്രൈബൽ പോപ്പുലേഷന്റെ സാക്ഷരത എത്രമാത്രം ആൾക്കാർക്ക് എഴുതാനും വായിക്കാനും അറിയാം എന്ന് മനസ്സിലാക്കണം എന്നുണ്ട്. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്നത് ഏത് കൈൻഡ് ഓഫ് ഡേറ്റ കളക്ഷൻ ആയിരിക്കും, എന്തുകൊണ്ടാണ് എന്നുള്ള രീതിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് പറയുന്നത്, ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോപ്പുലർ ആയിട്ട് തോന്നുന്ന കൈൻഡ് ഓഫ് ഡേറ്റ കളക്ഷൻ തന്നെ കൊടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് സെൻസസ് ആണ്. സെൻസസ് എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സെൻസസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. എല്ലാ ആൾക്കാരെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ സെൻസസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ 10 വർഷത്തിലും ഒരിക്കൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെൻസസ് എടുക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്നത് പോലെ അത് ഭയങ്കര ഓവർ ആയിട്ടുള്ള കോസ്റ്റ്ലി ആണ്. ഭയങ്കര ഒത്തിരി പൈസ വേണ്ടി വരും, ഒത്തിരി എഫേർട്ട് വേണ്ടി വരും, അത്രയും കൂടുതൽ ആൾക്കാരെ വേണ്ടി വരും അല്ലെ. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഡ്രോബാക്സും കൂടെ എഴുതണം കേട്ടോ. അപ്പൊ നിങ്ങളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ എല്ലാ പാർട്ടും അറ്റൻഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ വായിച്ചു. പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഏത് മെത്തേഡ് എടുക്കും, എന്നിട്ട് എന്തുകൊണ്ട് ആ മെത്തേഡ് എടുക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കേസ്, അങ്ങനെ എടുക്കുന്ന ഈ സെൻസസ് മെത്തേഡ് എടുക്കുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നിങ്ങളുടെ കേസിലുണ്ടല്ലോ, അതെന്താണ്, അത് പറയൂ. ഇനി അതിന്റെ ഡ്രോബാക്സ് പറയൂ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ എല്ലാ ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ചെയ്തിരിക്കണം. ഓക്കെ, ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗീവ് 2 എക്സാമ്പിൾസ് ഈച്ച് ഓഫ് സാമ്പിൾ, പോപ്പുലേഷൻ, അതുപോലെ വേരിയബിളിന്റെ ഒക്കെ എക്സാമ്പിൾ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സാമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പം പുവർ ആയിട്ടുള്ള, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും പുവർ ആയിട്ടുള്ള, അൾട്രാ പുവർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ നമ്പർ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സാമ്പിൾ ആയിട്ട് പറയാം. സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ലൊക്കാലിറ്റിയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്തിട്ട് അങ്ങനെ പറയാം. പിന്നെ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, ചേഞ്ച് ചെയ്യുന്ന ഏത് വാല്യൂ വേണമെങ്കിലും അതിനകത്ത് വരാം. ഇപ്പം സാധനങ്ങളുടെ വില കൂടുന്നത് കുറയുന്നത്, അല്ലെങ്കിൽ സർവീസസിന്റെ ക്വാണ്ടിറ്റി കുറയുന്നത് കൂടുന്നത്, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ പറയാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ലോജിക്കലായിട്ട് എഴുതേണ്ടതാണ്. കാണാതെ ഒഴിച്ചു പോയിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ സാമ്പിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ കുറച്ച് ആൾക്കാർ, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ 10th ജയിച്ച 10th ക്ലാസ് തോറ്റുപോയ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇത് നമ്മൾ എടുക്കുകയാണ് സാമ്പിള്. പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ സ്കൂൾ എടുക്കാം. വേരിയബിൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ എന്തെങ്കിലും അവരുടെ മാർക്കോ അവരുടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും എടുത്താൽ മതി. ഓക്കെ ഓക്കെ, ദാണ്ട് ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലും നമ്മുടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഡിഫറെന്റ് മോഡ് ഓഫ് ഡേറ്റ കളക്ഷൻ ഏതൊക്കെയാണ്, അതിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെലിഫോൺ ഇന്റർവ്യൂസിന്റെ ഡീമെറിറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കൊരു 3-4 പോയിന്റ് ഒക്കെ എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറയാം, നമ്മൾ ഒരാളെ ഫോൺ വിളിക്കുകയാണ്, അപ്പൊ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ റിയാക്ഷൻ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ വലുതായിട്ട് നമുക്കിത് ഇപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ, കാരണം എല്ലാവർക്കും സ്മാർട്ട് ഫോണുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ടെലിഫോണൊന്നും വലുതായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ വേണമെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും ഭീഷണിപ്പെടുത്തി നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ആക്കി അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഇതൊക്കെ അതിന് ഡീമെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. അപ്പം വിളിക്കുന്ന ആളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും എന്നാൽ അവരുടെ റിയാക്ഷൻ മനസ്സിലാക്കാനും ഒന്നും നമുക്ക് പറ്റത്തുമില്ല. വളരെ കുറച്ച് മാത്രം ആൾക്കാർ ഇപ്പം ഈ ഒരു ടെലിഫോൺ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ മാക്സിമം നേരിട്ട് വിളിച്ചുള്ള ഇതല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതൊന്ന് ഓർക്കാം. അടുത്തത് എന്താണ് പൈലറ്റ് സർവേ എന്ന് നമുക്കറിയാം അല്ലെ. പൈലറ്റ് സർവേ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പോൾ അതെന്ത് ചെയ്യും, തയ്യാറാക്കി കഴിയുമ്പോൾ അത് കുറച്ച് ആൾക്കാരുടെ, ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും അതെങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെ അതിന്റെ കുറവുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് പ്രീ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് പൈലറ്റ് സർവേ അല്ലെങ്കിൽ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്.
അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അല്ലാതെ പൈലറ്റ് സർവേ എന്താണെന്നല്ല ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യുമ്പോൾ അത് എന്താണോ നമ്മുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യുന്നത് ആ ആൻസർ കൊടുക്കുക. ഓക്കെ. അപ്പൊ പൈലറ്റ് സർവേ എന്ന് പറയുമ്പോൾ അതിന്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് സർവേയെ കുറിച്ചിട്ടൊരു ഒരു ഐഡിയ കിട്ടും അല്ലെ. അപ്പൊ എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റ്യൻസ് നല്ലതാണോ, എവിടെങ്കിലും നമ്മൾ കറക്റ്റ് ആക്കണോ, അല്ല അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ വിടുന്ന ആൾക്കാരുടെ പെർഫോമൻസ് മനസ്സിലാക്കാനും എത്രമാത്രം കോസ്റ്റും ടൈമും വേണം എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് പൈലറ്റ് സർവേ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ പൈലറ്റ് സർവേ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഐഡിയ തരുന്നു. അതുപോലെ ക്വസ്റ്റ്യൻസിനെ കുറിച്ചുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എന്യൂമറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ പെർഫോമൻസ് മനസ്സിലാക്കാനും കോസ്റ്റും ടൈമിനെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രൈമറി സെക്കൻഡറി ഡേറ്റ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ പ്രൈമറി ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നതായിരിക്കും. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ സെക്കൻഡറി ഡേറ്റയുടെ തന്നെ ഇമ്പോർട്ടൻറ്റ് സോഴ്സുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ആക്ച്വലി മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. സെക്കൻഡറി ഡേറ്റ എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ പബ്ലിഷ്ഡ് സോഴ്സുകളും വരുന്നുണ്ട്, അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള സോഴ്സുകളും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ആവശ്യം വരില്ല എന്നാലും പറഞ്ഞതാണ്. ഓക്കെ, ഇരുന്നോട്ടെ നമുക്കൊരു ഇത്. അപ്പൊ പബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഗവൺമെന്റിന്റെ പബ്ലിക്കേഷൻ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ. അൺപബ്ലിഷ്ഡ് എന്ന് പറയുമ്പോൾ പബ്ലിഷ് ചെയ്തിട്ടില്ലാത്ത എന്നാൽ നമുക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളും പറയാം. ഓക്കെ. NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ നമ്മൾ ഇന്ന് പഠിച്ചതേ ഉള്ളൂ. NSS എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ. ഇല്ല നമ്മൾ പഠിച്ചത് NSS ആണ്, ക്വസ്റ്റ്യൻ ചോദിച്ച NSSO എന്നും പറഞ്ഞ് എഴുതാതൊന്നും ഇരിക്കരുത്. NSSOയും NSSO എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ അത് അറിയാലോ, സർവേക്ഷണ അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സർവേക്ഷണ എന്ന് പറയുന്ന ക്വാർട്ടർലി ജേർണൽ അല്ലെ. ക്വാർട്ടർലി ജേർണൽ എന്ന് പറയുമ്പോൾ എല്ലാ 3 മാസം കൂടുമ്പോഴും അവരൊരു ജേർണൽ പുറത്തിറക്കും. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ എഴുതി വെക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ അവർ പഠിക്കുന്നുണ്ട്. അതിന്റെ ഡേറ്റ കളക്ട് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം, അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആർ മോർ സീരിയസ് ദാൻ സാമ്പിളിംഗ് എറേഴ്സ് ആണല്ലോ. കറക്റ്റ് ആണ്, നമ്മളത് എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പം നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്തൊക്കെ ഉണ്ടാവാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു എന്താണ് ബയസിന്റെ സാമ്പിളിംഗ് ബയസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡേറ്റ അക്വിസിഷൻ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നോൺ റെസ്പോൺസ് എറേഴ്സ് പറയാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എഴുതുക. ഓക്കെ, ആൻസർ എഴുതാൻ ട്രൈ ചെയ്യുക. അപ്പൊ അത്രയാണ് നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന അല്ലെ ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 4 മാർക്ക് ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, പ്രിപ്പയർ എ ചാർട്ട് ഷോയിങ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. അപ്പൊ നമുക്കറിയാം പ്രധാനമായിട്ടും നമുക്ക് 2 ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ആണുള്ളത്. ഒന്ന് റാൻഡം സാമ്പിളിംഗ് ആണ്, അതുപോലെ നോൺ റാൻഡം സാമ്പിളിംഗും ആണ് അല്ലെ. നമ്മൾ പഠിച്ചു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ റാൻഡം സാമ്പിളിങ്ങിനകത്ത് തന്നെ ലോട്ടറി മെത്തേഡ് ഓർ അതർവൈസ് നോൺ ആസ് ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്ന സംഭവം വരും. നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആയിരിക്കത്തില്ല ഉണ്ടാവുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പറയാം. ഓക്കെ, വീണ്ടും ഗീവ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡയറക്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ. ഈ ഡയറക്റ്റ് പേഴ്സണൽ എന്ന് കാണുമ്പോൾ ഇന്ന് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയരുത്. പേഴ്സണൽ ഇന്റർവ്യൂ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ ഗുണം എന്തൊക്കെയാണ് നമുക്ക് തന്നെ അറിയാം. ആൾക്കാർ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ക്ലോസ് എൻഡഡോ ഓപ്പൺ എൻഡഡോ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം. എല്ലാ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാം അല്ലെ. അതുപോലെ തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, പിന്നെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, പക്ഷെ അതിന് ദോഷങ്ങളും ഉണ്ട് അല്ലെ. ഭയങ്കര ചെലവാണ്, അതുപോലെ തന്നെ ഒരുപാട് ടൈം എടുക്കും, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഡിസഡ്വാൻറ്റേജസ് കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അഡ്വാൻറ്റേജസ് മാത്രമാണ്. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണെന്നൊന്നും വിചാരിക്കേണ്ട. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. Certain principles should be kept in mind while drafting a questionnaire. Explain. ഇതൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെക്കണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
അപ്പൊ അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. അതായത് ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത് ഒരുപാട് ലോങ് ആവാൻ പാടില്ല, മിനിമം ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മളൊരു നീട്ടി പിടിച്ച ക്വസ്റ്റിനെയർ ഒക്കെ എടുത്ത് ആൾക്കാരുടെ കയ്യിലോട്ട് കൊടുത്താൽ അവർക്ക് തന്നെ മടുപ്പ് തോന്നും. ഓ ഇതെങ്ങനെ, ഇത് നോക്കണ്ട എന്ന് പറഞ്ഞാൽ അവര് തന്നെ സൈഡിലോട്ട് മാറ്റി വെക്കും. അപ്പൊ അത് പാടില്ല. അപ്പം ക്വസ്റ്റിനെയർ എത്ര ഷോർട്ട് ആവാമോ അത്രയും നല്ലതാണ്. മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും നല്ലത്. പിന്നെ അതിനെ കയറി ഭയങ്കര ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. ജനറൽ ക്വസ്റ്റ്യൻസിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. ഈ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ആർക്കും മനസ്സിലായില്ലെങ്കിൽ വലിയ ഗുണമൊന്നും കാണില്ല. അപ്പം ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിരിക്കണം, അവർക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. പിന്നെ ഡബിൾ നെഗറ്റീവ്സ് അല്ലെ, ഡബിൾ നെഗറ്റീവ്സ് ഒഴിവാക്കാം. ഡബിൾ നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡോണ്ട് യു, വുഡിൻ യു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് സെൻസ് കൊടുക്കുന്ന രീതിയിലേക്ക് അവരെ എത്തിക്കാതെ ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡബിൾ നെഗറ്റീവ്സ് ഒക്കെ ഒഴിവാക്കി അല്ലാതെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ ക്ലൂ ഇട്ട് കൊടുക്കരുത്. അതായത് ഇപ്പൊ നമുക്ക് വേണ്ട പോലെ അവർ ഉത്തരം തരാൻ വേണ്ടി നമ്മൾ അവരെ മാനിപ്പുലേറ്റ് ചെയ്യരുത്, ക്ലൂ ഇട്ട് കൊടുക്കരുത്, അത് പാടില്ല. അതുപോലെ തന്നെ എന്താണ്, വേറെ വേറെ ഉത്തരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അല്ലെ അവരെ നിർബന്ധിപ്പിക്കരുത്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ഈ ക്വസ്റ്റ്യനെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതായിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം എന്താണ് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള, അതായത് കുറെ ഓപ്ഷൻ കൊടുക്കുന്ന പോലത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പൊ ഒരു ക്വസ്റ്റ്യനെയർ നല്ലതായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നമ്മൾ ഇന്നലെ പഠിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി 5 മാർക്ക് ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ അതേ ഞാൻ ഇവിടെ ഒരു ട്രൂ ഓർ ഫാൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ PPT തരുന്ന സമയത്ത് ഞാൻ ആൻസർ തരാം. ഇപ്പൊ നിങ്ങൾ ഇത് ജസ്റ്റ് എന്താണ് ആ ഒരു ആൻസേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, there are many sources of data എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെനി സോഴ്സസ് ഉണ്ടോ എന്ന് ചിന്തിക്കുക. ടെലിഫോൺ സർവേ is the most suitable method of collecting data when their population is literate and spread over a large area എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡേറ്റ കളക്ടിങ് ബൈ ഇൻവെസ്റ്റിഗേറ്ററിനെയാണ് നമ്മൾ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. നോൺ സാമ്പിളിംഗ് എറേഴ്സ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ ടേക്കിംഗ് ലാർജ് സാമ്പിൾസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ദർ ഇസ് എ സർട്ടൺ ബയസ് ഇൻവോൾവ് ഇൻ ദ നോൺ റാൻഡം സെലക്ഷൻ ഓഫ് സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ട്രൂ ഓർ ഫോൾസ് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ ഓൾറെഡി നോട്ടിൽ ഈ സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്ന് റെഫർ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും PPT വരുമ്പോൾ ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് തരാം. ആൻഡ് ഫൈനലി അപ്പൊ ഇതാണ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 8 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ഓൺ ദ ടോപ്പിക് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡേറ്റ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനെയർ ആവശ്യമാണ്. ക്വസ്റ്റ്യനെയറിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും 3 രീതിയിലായിരിക്കും ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പേഴ്സണൽ ഇന്റർവ്യൂസ് ആണ്. അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യനെയർ മെയിൽ ചെയ്യുമ്പോൾ ഡിസഡ്വാൻറ്റേജസും മെറിച്ചും ഡിമെറിച്ചും എഴുതാം. ആൻഡ് ഫൈനലി ടെലിഫോൺ ഇന്റർവ്യൂസിന്റെ മെറിച്ചും ഡിമെറിച്ചും എഴുതാം. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കുറച്ച് കാര്യമായിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എഴുതുക. ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്ലസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോ ഇത് കംപ്ലീറ്റ്ലി ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻസിന് ഞാൻ തന്നിട്ടുള്ള ട്രൂ ഓർ ഫോൾസ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ആൻസേഴ്സ് ഞാൻ തരാം. അപ്പോ ഓക്കെ, ഹാപ്പി ലേണിംഗ്, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.